മുനമ്പം കവല ഈ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർ പാസ് ആണിത്. ഇവിടെയൊക്കെ നല്ല ഇനി ഇങ്ങോട്ട് കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കണേ. ഇനി ഇവിടെയൊക്കെ സർവീസ് റോഡ് വരാനുണ്ട്. ഇവിടെ NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വടക്കം പറവൂർ ഭാഗത്ത് തന്നെയാണ്. ചിറ്റാറ്റുകര, ഒരു വ്യത്യസ്തമായൊരു പേര് എനിക്ക് തോന്നി. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ചിറ്റാറ്റുകര ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ളതാണ്. അണ്ടർപാസിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ വിട്ടുപോയി കിടക്കുകയാണ് ഒരു ഭാഗം. ഇവിടെ പൈലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇങ്ങനെ കമ്പിയൊക്കെ ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്, ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്കാണ് ഇനി പോകാനുള്ളത്. റോഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അണ്ടർപാസ് വരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് തോന്നുന്നത്. ഇവിടെ അതിനുള്ള വർക്കുകളൊന്നും ചെയ്ത് കാണുന്നില്ല, ഇങ്ങനെ വിട്ട് കിടക്കണേ. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ വെക്കുന്ന ഒരു വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിന് വേണ്ടി ഇങ്ങനെ താഴ്വശം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. അവിടെയൊക്കെ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ കമ്പി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അധികവും നമ്മൾ കണ്ടത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. ഇങ്ങനെ കമ്പി പൊക്കിയിടുന്നത് അങ്ങനെ വളരെ കുറഞ്ഞ ഭാഗങ്ങളിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഭാഗത്തേക്ക് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററിൽ വരുന്ന ക്രാഷ് ബാരിയർ കുറച്ച് ഹൈറ്റ് കുറവാണ്. അത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട്. അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ കണ്ണൂർ ഭാഗത്ത്, അതുപോലെ കോഴിക്കോട് ഭാഗത്തൊക്കെ ബൈപ്പാസിലൊക്കെ ബൈപ്പാസിലല്ല, കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ ഇതിൻ്റെ മുകളിലൊരു ഇരുമ്പ് ഷീൽഡ് വെക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയാത്തതുകൊണ്ടാട്ടോ ആ സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ കാണാനൊരു ഭംഗിയായിരിക്കും. ആളുകൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത് ഒരു പ്രയാസമുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കമ്പി ഇതാ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള പൈലിംഗ് എന്തോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തുടക്കത്തിനാണെന്ന് തോന്നുന്നത്. അതിനുപയോഗിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വർക്കൊന്നും ചെയ്തിട്ട് കാണുന്നില്ല. അണ്ടർപാസ് എങ്ങനെയായാലും ഇവിടെ വേണ്ടി വരും. ഒരു വലിയ റോഡ് ക്രോസ് ചെയ്താണ് ഹൈവേ കടന്നു പോകുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊന്നും വഴിയില്ല, അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരിക, നല്ല രീതിയിൽ കമൻറ്റുകളും ലൈക്കൊക്കെ തരിക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബൊക്കെ തരിക. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്, ബോറടിപ്പിക്കാൻ പറയല്ല. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട ഒരു അണ്ടർപാസിന് തുടക്കം ഇട്ടിട്ടുണ്ട്. വർക്കൊന്നും ചെയ്തിട്ട് കാണുന്നില്ല. ഒരു സൈഡിൽ കുറച്ച് ഭാഗം അങ്ങനെ കാണാം. പട്ടണം ജംഗ്ഷൻ എന്നാണ് ഇങ്ങോട്ട് പറയുക. ഇവിടെ ദാ ഒരു ചെറിയൊരു പാലം പോലെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചതുപ്പായ സ്ഥലമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡൊന്നും കാണുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് മുന്നേ അപ്പുറത്തായിരുന്നു. ഇതുവഴിയൊന്നും ഇങ്ങനെ വരാനുള്ള വഴിയൊന്നും ഇല്ല, സർവീസ് റോഡൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ടാറിങ് ഒക്കെ വർക്ക്, മുകളിൽ അവിടെയൊക്കെ ടാറിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വർക്കുകളൊക്കെ കഴിഞ്ഞ് ഭാഗങ്ങൾ കാണുന്നുണ്ട്. അങ്ങോട്ട് സർവീസ് റോഡ്, ഇവിടം വരെ സർവീസ് റോഡിൻ്റെ കുറച്ചപ്പുറത്ത് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ സർവീസ് റോഡ് വരാനുണ്ട്. ഇവിടെ കോൺക്രീറ്റ് വാള ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗമാണ് ഇങ്ങനെ. ഇവിടെ അണ്ടർപാസ് വരാനുണ്ട്. അണ്ടർപാസ് പറഞ്ഞാൽ ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഒരു ചെറിയ റോഡ് കാണുന്നുണ്ട്, വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക്, മുകൾ വശത്തേക്ക് പോയി നോക്കാം. ഇവിടെയും നല്ല രീതിയിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്.
ക്രഷ് ബാരിയർ ജോയിന്റിങ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇനി വരാനുള്ളത്. ടാറിങ് കഴിഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് അധികം കാണുന്നത് അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇതാണ് ഈ പാലം, ഫ്ലൈ ഓവർ പാലം. ഞാൻ ഇതിൻ്റെ താഴ്വശത്ത് പോയി നോക്കട്ടെ. ഇങ്ങനെയാണ് കിടക്കുന്നത്. അണ്ടർ പാസ് എന്ന് പറയാൻ പറ്റൂല, എന്നാൽ പാലം ഹൈറ്റ് കുറവാണേനും ഇവിടെ ഒരു ചതുപ്പായ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, വെയിലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണത്, വളരെ ഹൈറ്റ് കുറവാണ്. ഇവിടെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഒരു ചതുപ്പായൊരു ഭാഗത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ പാലം പോലെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ അണ്ടർ പാസ് ഒക്കെ വരാനുള്ളത്. അതിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു അണ്ടർ പാസ് കണ്ട്, മുനമ്പം കവല ഈ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർ പാസ് ആണിത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് കട്ട വെച്ചുള്ള ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ഹൈറ്റ് കുറവായിട്ടാണ് തോന്നുന്നത്. ചെറിയൊരു അണ്ടർ പാസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ കയറി നോക്കാൻ വഴിയൊന്നുമില്ല, ഇത്രയും ഹൈറ്റാണ്. കുറേ അങ്ങോട്ട് പോയിൻ്റെ ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകാൻ വയ്യ. അവിടെ ഒരു വഴി കാണുന്നില്ല, അവിടെ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ഭാഗത്ത് ഇതുവഴി കുറച്ച് അങ്ങോട്ട് പോയി നോക്കട്ടെ. ചില സമയത്ത് അങ്ങോട്ട് പോയതിൻ്റെ ശേഷം റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, അവിടെ ഒന്നും വഴി ഉണ്ടാവില്ല. അപ്പോൾ വളരെ റിസ്കി ആയിട്ടൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടത്. വെയിൽ കൊണ്ട് ഈ പോയ വഴി തന്നെ തിരിച്ചു വന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് ഏറ്റവും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്തിട്ട് ഒരു സപ്പോർട്ട് തരിക. അണ്ടർ പാസ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഭാഗത്തുള്ളൊരു കാഴ്ചയാണ്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ റെഡിമെയ്ഡ് ക്രഷ് ബാരിയറുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച ഒരു ഭാഗമാണ്. ഇതുവഴി വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അങ്ങോട്ട് വടക്കേക്കര എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കണ്ട അണ്ടർ പാസിൻ്റെ മുകളിലൂടെ ആ ഭാഗത്തേക്കൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു എക്സിറ്റ് പോലെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ഹൈവേയിലേക്ക് ഇറങ്ങാനോ കയറാനുള്ള ഒരു ഭാഗമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്യാൻ, ലൈൻ മാർക്കിങ്, ലൈറ്റിൻ്റെ തൂണുകളൊക്കെ വരാൻ, അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ്. ടാറിങ് കഴിഞ്ഞ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണത്. ഇവിടെ കുറേ അണ്ടർ പാസുകൾ, അതുപോലെ കുറേ ടണലുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് നിറക്കാനുണ്ട്, ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് നല്ല രീതിയിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇനി മുൻവശത്തെ അങ്ങോട്ട് പോയി നോക്കാം. അവിടെയൊക്കെ കുറേ അണ്ടർ പാസ് പോലെ കാണുന്നുണ്ട്, ടണലുകളൊക്കെ എന്തൊക്കെയാണ്, തോടുകൾ കാണുന്നുണ്ട്. ഇതൊരു തോടാണ്. ഈ തോടിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു പാലം പോലെയുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഇതൊരു അണ്ടർ പാസ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസ് കണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയ പാലം, അതിൻ്റെ മുൻവശത്ത് ഒരു ചെറിയൊരു പാലം, ഇവിടെ വേറൊരു അണ്ടർ പാസ്, അപ്പുറത്തൊരു അണ്ടർ പാസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഒരു കാര്യം പറയാൻ, നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് രണ്ടത്താണി പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ രണ്ട് സൈഡിൽ പള്ളി, ഹോസ്പിറ്റല്, അങ്ങനെ ഒരുപാട് ജനവാസ മേഖലയിൽ ഇവിടെയാണ് കടന്നു പോകുന്നുണ്ട്. വലിയൊരു ടൗണിനൂടെ, ആ ടൗണിനെ മുറിച്ച് പോകുന്ന ഹൈവേയിൽ ഒരു അണ്ടർ പാസ് ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇതുവരെ കൊടുത്തിട്ടില്ല. ആളുകൾ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടും അവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തില്ല. ഇത്രയും ആളും ജനവാസമൊക്കെ കുറഞ്ഞൊരു ഭാഗമാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു കണ്ടില്ലേ, ഒരു പഞ്ചായത്ത് റോഡ്, അപ്പുറത്തൊരു പഞ്ചായത്ത് റോഡ്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത് ഓരോ ഇതുപോലെയുള്ള ചെറിയ അണ്ടർ പാസ് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, എല്ലായിടത്തും കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എന്താണെന്ന് അറിയില്ല, അത്രയും ജനപ്രതിനിധികളും ആളുകളൊക്കെ അവിടെ ഉള്ള ആളുകളൊക്കെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്നും വന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡിൻ്റെ കുറുകെ ഒരു അണ്ടർ പാസ്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കാണുന്നില്ല. അവിടേക്ക് എത്തുമ്പോൾ പഞ്ചായത്ത് റോഡ് അവസാനിച്ചോ എന്ന് തോന്നുന്നത്. ശരിയാണ്, ഈ ഭാഗത്തേക്കൊന്നും ഇല്ല, ഇവിടെ ഒരു വീട് മാത്രമാണുള്ളത്. ഇങ്ങോട്ടാണെങ്കിൽ ഒരു വീട്, രണ്ട് വീട്. ഈ വീട് കിടക്കുന്ന ഈ ഭാഗത്തേക്കാണ് ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങോട്ട് വീടുണ്ടാന്ന് അറിയില്ല. ഇതൊന്നും വന്നിട്ടില്ല. സർവീസ് റോഡും ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓരോ
1/2 മീറ്ററിൽ അനുസരിച്ചൊക്കെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്, അണ്ടർപാസും ഡ്രൈനേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ടൗണിലൂടെ കടന്നു പോകുന്ന ഒരു ആ ഭാഗങ്ങളിൽ കട്ട വെച്ച് ഉയർത്തിയാണ്ടാണ് ഒരു വഴി പോലും വിട്ടുകൊടുക്കാതെ ഹൈവേ കടന്നു പോയത്. ഇതുവരേക്ക് അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് പോലും വന്നിട്ടില്ല. അപ്പോൾ ചില ഭാഗത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, ചില ഭാഗത്ത് ആവശ്യമുള്ളിടത്ത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ നിന്നത് ആ ഭാഗത്തായിരുന്നു, ആ അണ്ടർപാസ് ഒക്കെ കാണുന്ന ആ ഭാഗത്ത്. ഇവിടെ അല്ല, ഇതൊരു തോടാണ്. തോടിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഒരു ചെറിയ പാലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ വന്നിട്ടില്ല, അപ്പോഴേക്കും മറ്റൊരു അണ്ടർപാസ്. ഇവിടെ ഒരു വേറെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു തൂണുകളിലാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പാലം പോലെയാണ് വരുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ്, ഒരു ചതുപ്പായ സ്ഥലമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ മുകളിൽ പോയാലേ അറിയില്ല അവിടേക്കുള്ള വർക്കിനെ പറ്റി. ഞാൻ ആദ്യമൊന്നും കാണാത്തത് കൊണ്ട് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു ഫില്ലറുകൾ കണ്ടില്ല. ഇതിൻ്റെ ഉൾവശത്തൂടെ വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഓരോ ഭാഗത്തും വ്യത്യസ്തമായ ഡിസൈനിൽ ഇങ്ങനെ മോഡലിൽ ഒക്കെയാണ് ഈ അണ്ടർപാസുകളും തൂണുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വേറൊരു ഭാഗത്ത് കണ്ടിരുന്നു ഒറ്റ തൂണിലുള്ള ഒരു പാലം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഒരു തൊയ്ത്ത് പോലെ ആക്കിയിട്ടുണ്ട്. ഈ ഓരോ തൂണിലും പശുക്കളെ കെട്ടിയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ചാണകമൊക്കെ കാണുന്നുണ്ട് ഓരോ ഭാഗത്ത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെ എന്താണെന്ന് ഇതുവരെ ഞാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അറിയില്ല. മുൻവശത്ത് പോയി നോക്കിയാൽ പറയാം. അപ്പോൾ ഏതൊക്കെയോ വഴിയിലൂടെ ചാടി കടന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു പാലം ഇവിടെ തുടക്കമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുഴയാണ് ആ ഭാഗത്തേക്ക്. അതിൻ്റെ തുടക്ക ഭാഗമായതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചതുപ്പായൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ പാലം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടായി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് ഇത്. ഫുള്ളായിട്ട് ഫില്ലറിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോണ്ട്, മലിന ജലാട്ടാ, കറുത്ത കളറ് വെള്ളം. അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടത്. അതൊരു തോടാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതൊരു വയഡക്റ്റ് പാലം. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിൽ വശത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. ആ പുഴയൊക്കെ ചാടിക്കടന്ന് വേറെ വഴിയിലൂടെയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ലേബർ ജംഗ്ഷൻ പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് കാണാം. അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ ഇനി വലിയ വർക്കുകൾ വരാനുണ്ട്. കട്ട വെച്ച് ഉയർത്തി മണ്ണിട്ട് നിറച്ച് കൊണ്ടുവരാൻ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പെരിയാർ പുഴയുടെ ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്കൊക്കെ ഇനിയും ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. ഇവിടെ ഒന്നും മറ്റുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഹൈവേ ഈ സൈഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പം ഞാൻ മുത്തംകുന്ന് അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇനി ഇവിടെ കട്ട വെച്ച് ഉയർത്തി ഈ അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ വാഹനങ്ങൾ 2 സൈഡിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. കാണാം, കുറച്ച് വാഹനങ്ങൾ ആ വഴി, കുറച്ച് വാഹനങ്ങൾ ഈ വഴി, അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. നല്ല രീതിയിൽ വർക്ക് നടക്കാനുള്ളൊരു ഭാഗമാണ് ഇവിടെ. ഇനി നമുക്ക് ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്, പുഴൻ്റെ ഭാഗത്തേക്ക്, പെരിയാർ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്ത് പോയി നോക്കാം. അപ്പോൾ ഞാൻ പുഴൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുത്തംകുന്ന് ഭാഗത്ത് വരുന്ന പുഴ, കോട്ടപ്പുറം പാലം എന്നും അറിയപ്പെടുന്നതാണ്. ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ്, ഇവിടെയാണ് റോഡിൻ്റെ വർക്കുകൾ. പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണോ അറിയില്ല കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കുറേ മണ്ണ് നീക്കിയതായിട്ട് കാണുന്നുണ്ട്. അവിടെ പൈലിംഗ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് മുൻവശത്ത്. അതാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ട് പൈലിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ
ഇത്രയും ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ, ബാക്കി കാഴ്ചകൾ നമുക്ക് കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരിക്കും നല്ലോണം ടയേർഡായിട്ടുണ്ട് ഇവിടെ ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട്. അതുകൊണ്ടാണ് ഒരു കണ്ടിന്യൂറ്റി ഒന്നും വരാത്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.